സർ, തമിഴ്നാട് വിധി എഴുതിയിരിക്കുകയാണ്. പക്ഷെ ബംഗാൾ പോലെ അത്രയും ആ ഒരു ലെവലിലേക്ക് പോളിംഗ് വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാലിന് തന്നെ ആയിരിക്കുമോ തുടർ ഭരണം, അതോ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? എന്റെ നോട്ടത്തിൽ എൻ്റെ ഒരു ആലോചനയിൽ ഞാനിപ്പോ വളരെ ആഴത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് സ്റ്റാലിന് തന്നെ ആയിരിക്കും തുടർ ഭരണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ അടുത്ത് അയൺ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ ഏതാണ്ട് ഒരു 1.5 ആഴ്ചയോളം ഞാൻ എല്ലാ സ്ഥലത്തും തന്നെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഒരാഴ്ച 2-3 ആഴ്ചകൾക്ക് മുമ്പ് പോയതാണ്, സന്ദർശിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക്. അപ്പൊ അന്നേരം തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്. പക്ഷെ ആ വികാരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിലൊരു 10-30% വോട്ടുകൾ ADMK നേടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം എടപ്പാടി പളനിസ്വാമി ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ എക്സ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തായിക്കൊണ്ട് ഏതാണ്ട് പാർട്ടി പിടിച്ചെടുക്കിയിട്ടുണ്ട്. അവർക്ക് ഒരു വോട്ട് ബേസും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ അത് വിജയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. വിജയ് ഒരു 18-23% വരെ വോട്ട് പിടിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ DMK ജയിക്കും. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അപ്പൊ DMKയുടെ ജയം കുറച്ചും കൂടി അനായാസമാകും. എന്ന് പറഞ്ഞാൽ DMKയെ സംബന്ധിച്ചോളം ആ ഒരു ഈ പറയുന്ന സ്പ്ലിറ്റ് ചെയ്ത് വോട്ടുകൾ പോകുമ്പോൾ അവരുടെ നിരവധി സ്ഥാനാർത്ഥികൾക്ക് അതിലൂടെ ജയിച്ചു പോകാനുള്ള ഒരു അവസരവും കൂടി ഒരുങ്ങും എന്നുള്ളതാണ്.